ധനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യൻ മ്യൂസിക് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ബാലൻ കയറി വരുന്നുണ്ട്. വീട്ടിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ആയിരുന്നു. ആ സമയത്തിന് പെട്ടെന്ന് ബാലൻ കയറി വരുന്നത്, എന്താടാ ഇത് നിന്നോട് പറഞ്ഞ ഒരുത്തൻ്റെ സിനിമയ്ക്ക് പോയേക്കണം, ഒരുത്തൻ ഇവിടെ മ്യൂസിക്, ഇതൊന്നും ഈ വീട്ടിൽ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പഠിച്ച് കളക്ടർ ആവേണ്ട ആളാണ് മ്യൂസിക്കായിട്ട് നടക്കണേ. തുടങ്ങി എന്ന് പറഞ്ഞ് ധർമ്മം കളിയാക്കുന്നുണ്ട്. എൻ്റെ അളിയ ഇത് പോക്കറ്റിലിട്ടുണ്ട് നടക്കുന്ന സാധനമൊന്നല്ല കളക്ടർ എന്ന് പറഞ്ഞതൊക്കെ. അളിയൻ എന്താ അതൊന്നും മനസ്സിലാക്കാതെ നീ മിണ്ടരുതെന്ന് പറഞ്ഞ് ബാലനാകെ ദേഷ്യപ്പെടുന്നുണ്ട്. ആര്യനോട് പറയുന്നുണ്ട്, അനുശ്രീയും നീയും എനിക്ക് വാക്ക് തന്നതാണ്, അത് പാലിച്ചേ പറ്റൂ, എന്ത് വില കൊടുത്തും നീയും അനുശ്രീയും കളക്ടർ ആവണം, അതെൻ്റെ ആഗ്രഹമാണ്, അതിലൊരു വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പോട്ടടാന്നും പറഞ്ഞ് ആര്യനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ആനന്ദ്. പക്ഷെ ആര്യനും ദേഷ്യപ്പെട്ട് അകത്തേക്ക് തന്നെ പോകുന്നു. പിന്നീട് ആനന്ദ് നമ്മുടെ ധർമ്മൻ ചേച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. എവിടെ ചേച്ചിക്ക് തീരെ ബോധമില്ലാത്ത പോലെ ഇനി നടക്കുന്നത്, ചേച്ചിക്കും അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഭർത്താവ് പറഞ്ഞത് എന്താ അത് തന്നെ ചെയ്യണം. പിന്നെ കാണിക്കുന്നത് സിനിമയ്ക്ക് പോയ രണ്ടാൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നുണ്ടും സിനിമയ്ക്ക് പോയിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കണ്. മീനു ഞാൻ പറഞ്ഞതല്ലേ, ശരി ശരി മനസ്സിലായി, അച്ഛൻ അനാഥനെന്നും പൈസ ഒക്കെ സൂക്ഷിച്ചു വെച്ചുണ്ടാക്കിയാണെന്നൊക്കെ അല്ലേ മനസ്സിലായി, ഉണ്ണിയപ്പവും അച്ചപ്പവും മുറുക്കും തിളപ്പിച്ചാറ്റിയ വെള്ളവും കുടിച്ച് സിനിമ തിയേറ്ററിൽ വന്നേക്കണെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല. ആ സമയത്ത് നീ എന്താ കിടന്ന് ഉറങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഉറങ്ങാണ്ട് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എത്തിച്ച് നോക്കി എൻ്റെ കഴുത്ത് വേദന എടുത്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞ ആകാശിന് വിഷമാവുമെന്ന് ചോദിക്കും. എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും നാൾ സിനിമ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മോശമായ ഒരു സിനിമയാണ് ഇതെന്നൊക്കെ പറയും, സിനിമ അനുഭവം എന്നൊക്കെ പറയും. സോറി മീനു, നിനക്ക് എന്നെ ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട, ഞാൻ ഇഷ്ടമൊക്കെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പക്ഷെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. പിന്നെ വീട്ടിലേക്ക് വന്നിട്ടും ആകാശും മീനാക്ഷിയോട് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. മീനാക്ഷി പറഞ്ഞു, എനിക്ക് ഒന്നും കേൾക്കണ്ട, കല്യാണം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പോയ സ്ഥലമാണിത്, എനിക്ക് വെറുപ്പടിക്കുന്നുണ്ട് ആകാശം, എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങട്ടെ, എനിക്ക് തലവേദന എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി നീ ഒന്നും മിണ്ടിയിട്ട് കിടക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയും അച്ഛനോട്, ഞാൻ ഉറപ്പായിട്ട് ഞാൻ ടൂർ പോണ കാര്യം ഞാൻ പറയും. ഇപ്പൊ തന്നെ അച്ഛൻ വന്ന് കയറിയപ്പോൾ ചോദിച്ചത് കേട്ടില്ലേ, കൊണ്ടുപോയ സാധനങ്ങളല്ലേ കഴിച്ചോളൂ, പുറത്തുനിന്ന് വല്ലതും മേടിച്ച് കഴിച്ച് പൈസ വേസ്റ്റ് ആക്കിയെന്നൊക്കെ ചോദിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞ് മീനാക്ഷി വേഗം കിടന്നുറങ്ങും. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ആ സമയത്ത് അതിനു മുന്നേ കൃഷ്ണമംഗലം കാണിക്കുന്നുണ്ട്. കൃഷ്ണമംഗലത്ത് മിത്രയുടെ കല്യാണം ഉറപ്പിച്ച് ഓസ്ട്രേലിയയിലുള്ള ചെക്കനാണ് ഉറപ്പ് തീരുമാനമാക്കി. മിത്രനെയും മറ്റുള്ള എല്ലാവരോടും പറയുന്നുണ്ട് കല്യാണം വേണ്ടാന്ന്. അച്ഛമ്മനോടും തുറന്ന് പറയുന്നുണ്ട്. അച്ഛമ്മ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതിനെ മനസ്സിലായാലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് ഈ കല്യാണം വേണ്ട, ഇതിലൊരു മാറ്റമില്ല എന്നും പറഞ്ഞാണ് മിത്ര വളരെ ദേഷ്യപ്പെട്ടേക്ക് അവിടെ നിൽക്കുന്നത്. മിത്രയുടെ കല്യാണം ആർഭാടായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ബാലനൊരു ഫോൺ വരുന്നുണ്ട്. ബാലേട്ടൻ ആ ഫോൺ വരുമ്പോൾ ബാലേട്ടൻ സംസാരിക്കുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ ആ സംസാരത്തിന്റെ ഇടയിൽ ചെന്ന് അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. ആദ്യം ബാലൻ മൈൻഡ് ചെയ്യൂല, പിന്നെ വിളിച്ചപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ബാലൻ ഫോൺ കട്ട് ചെയ്തിട്ട്, ഗോമതി മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്ന് ഫോൺ ചെയ്യാൻ കൂടെ പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അച്ഛൻ ഞാൻ ഓഫീസിൽ പോകണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതിന്. അപ്പോൾ ഗോമതി ദേഷ്യപ്പെട്ടിട്ട്, നിനക്ക് ഓഫീസിൽ പോകണമെങ്കിൽ അങ്ങോട്ട് പോയാൽ പോരെ, നീ എന്തിനീ ഫോൺ വിളിക്കുന്ന ആൾക്കാരെ ശല്യം ചെയ്യാൻ നിൽക്കണ്, നിനക്ക് നിന്റെ കാര്യം വെച്ച് പോയാൽ പോരെ എന്ന് വെച്ചപ്പോഴത്തേനും ഗോമതിനുള്ള അലർച്ച കേട്ടിട്ട് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. പിന്നീട് ബാലൻ അപ്പം തന്നെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് അധികം പഠിപ്പൊന്നും വേണ്ട, സാധാരണ ഒരു പെൺകുട്ടി മതി, സ്വത്തും മുതലൊന്നും വേണമെന്നില്ല, പക്ഷെ ബന്ധുക്കൾ വേണം, അതെനിക്ക് നിർബന്ധമാണ്. മാത്രമല്ല എപ്പോഴും നേരമ്പോഴത്തെ നല്ല സ്വഭാവമായിരിക്കണം, നേരമ്പോഴത്തെ എനിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് അനാവശ്യത്തിന് എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണാവരുതെന്നൊക്കെ പറയുന്നുണ്ട്. ശരി വിളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ആർക്കാണ് പെണ്ണ് ബാലേട്ട എന്ന് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും ആവട്ടെ നമ്മുടെ ആനന്ദിനല്ലേ എന്ന് പറഞ്ഞപ്പോൾ, ഞാനൊരു കല്യാണം ഇവിടെ എന്തായാലും ഇനി ഒരു കല്യാണം കൂടി വേണം പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞപ്പോൾ, നന്നായി ആനന്ദേ, നീ ലക്കിയാലടാ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ ആനന്ദിന്റെ മുഖത്ത് ചെറിയൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് പറയും, ഇത് ആനന്ദിനൊന്നല്ല, ആര് പറഞ്ഞു ആനന്ദിനാണെന്നൊക്കെ ചോദിക്കും. ഇത് ധർമ്മനാണെന്ന് പറഞ്ഞു. ധർമ്മന്റെ ബോധം പോണ പോലെയാണ് ബാലേട്ടന്റെ വായി നിന്നത് കേട്ടപ്പോൾ, എനിക്കോ, അതെ നിനക്ക് നീ ഞങ്ങളെ നിഴലായി കൂടപ്പിറപ്പായി ഇവിടെ നിന്നിട്ട് നിന്റെ കാര്യം ഞാൻ നോക്കിയില്ല എന്ന് പറയുന്നില്ല. ഞാൻ ഇന്നലെയാണ് ആലോചിച്ചത്, നിന്റെ കഴിഞ്ഞിട്ട് മതി ആനന്ദിന്, മൂത്തോര് നിൽക്കുമ്പോൾ ഇളവര് കെട്ടി എന്നുള്ളൊരു പേര് ദോഷം കൂടി ഇനി വേണ്ട, അതുകൊണ്ട് ആദ്യം നിന്റെ നടത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ദൈവമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അളിയാന്ന് പറഞ്ഞപ്പോൾ ഗോമതി പറയുന്നുണ്ട്, നീ നോക്കിക്കോടാ, എല്ലാവർക്കും സന്തോഷമാകുന്നു. അപ്പോൾ നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, വേണ്ട അളിയ, ആനന്ദിന്റെ കഴിഞ്ഞിട്ട് മതി, എനിക്ക് കല്യാണം വേണം, പക്ഷെ എനിക്ക് ആനന്ദിന്റെ കഴിഞ്ഞിട്ട് മതി അളിയാന്ന് പറഞ്ഞപ്പോൾ, അതൊന്നും സാരില്ല മാമ, ആദ്യം മാമനെ നടക്കട്ടെ, ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പോൾ ആര്യനും പറയുന്നത്, അതെ അമ്മയ്ക്ക് ഒരു നാത്തൂനും ഞങ്ങൾക്ക് ഒരു അമ്മായിയും വരാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്.
ആ സമയത്ത് തന്നെ പറയുന്നുണ്ട്, അളിയ അന്ന് എനിക്ക് ശമ്പളമൊക്കെ കൂട്ടി തരണോട്ടാന്ന് പറയുന്നു. ആ ശരിയടാ, ശമ്പളമൊക്കെ കൂട്ടി തരാന്ന് പറയുന്നു. പിന്നെ സ്വർണവും താലിമാലയും സിനിമയ്ക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കളിയാക്കലൊക്കെ ആയിരുന്നു അവിടെ. അതിനുശേഷം ആനന്ദ് നല്ല സന്തോഷത്തിൽ തന്നെ ഇനി മാമന്റെ കല്യാണം ആദ്യം നടക്കട്ടെ എന്ന് തന്നെ എല്ലാവരും കൂടെ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ ഗോമതി പറയുന്നുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു ഉത്സവം പോലെ ആക്കണം നിന്റെ കല്യാണം ഞങ്ങളെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സന്തോഷമായിട്ട് ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് സ്വന്തം അമ്മനെ കാണാൻ വേണ്ടി ധർമ്മൻ കണ്ണ് വെട്ടിച്ചിങ്ങായിട്ട് വരുന്നുണ്ട്. സ്വന്തം അമ്മനെ കാണാൻ വേണ്ടി മനുഷ്യ കള്ളനെ പോലെ വരുന്നൊക്കെ പറഞ്ഞ്, അമ്മേ ഇന്നാ ലഡു എന്നൊക്കെ പറയുന്നത്. എന്താടാ ലഡു, ഏട്ടത്തിമാരും വരും, എന്താ ധർമ്മ നിന്റെ ബർത്ത്ഡേ ആണല്ലേ, ബർത്ത്ഡേ ആയാലും മുതുക്കനായിട്ടാ പ്രായം കൂടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മേ എനിക്ക് കല്യാണം ആലോചിക്കേണ്ട അളിയെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ടോ. അങ്ങനെ സന്തോഷത്തോടെ അമ്മ ദൈവത്തിനൊക്കെ വിളിക്കും. ആ സമയത്ത് അച്യുതനും ആനന്ദനും കയറി അനന്തവർമ്മയും കയറി വരുന്നുണ്ട്. അവർക്ക് ലഡു കൊടുക്കുകയും ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ഞങ്ങളൊരു പ്രോപ്പർട്ടി എടുത്ത കാര്യം നിങ്ങൾ ഇവിടെ അറിഞ്ഞോ, പിന്നെ ഇത്രയും പെട്ടെന്ന് ലഡു നടപ്പി ഇതേ നമ്മുടെ ധർമ്മന്റെ കല്യാണം ബാലൻ നടത്താൻ പോകുന്നു പറയുമ്പോൾ വായിലുണ്ടായിരുന്ന ലഡുക്കെ തുപ്പിക്കളയും. അവൻ നടത്തണോ, അവൻ നടത്തുന്ന കല്യാണത്തിൽ നീ പങ്കെടുത്ത് നിന്റെ കല്യാണത്തിന്റെ നേരത്തെ ഞങ്ങൾ കയറി വന്ന് അലങ്കോലപ്പെടുത്തി വെട്ടിക്കോല നടത്തോടാന്ന് പറയും. നീ അവന്റെ ചെലവിൽ അങ്ങനെ നീ കല്യാണം കഴിക്കണം, നീ ഇവിടെ നിൽക്ക്. ഞാൻ പിന്നെ നിങ്ങൾ അവിടെ നിന്നപ്പോൾ അവിടുത്തെ വിവരങ്ങൾ അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണടച്ചത്. നീ ഇവിടെ നിന്നാൽ മതി, ഇവിടെ നിന്നാൽ നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തരാന്ന് പറഞ്ഞപ്പോൾ ധർമ്മന് മനസ്സിലായി കല്യാണം അപ്പം ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ബാക്കിയുള്ള ലഡുവും കൂടെ ചേട്ടത്തിമാരോട് വിറ്റോളാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ധർമ്മൻ വിഷമത്തോടെ അങ്ങോട്ട് പോകും. അമ്മയ്ക്കും അത് വല്ലാത്തൊരു വിഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മീനാക്ഷിനെയാണ്. മീനാക്ഷി ജോലിക്ക് പോണ സമയത്ത് മിത്രനെ കണ്ടുമുട്ടുന്നുണ്ട്. മിത്രനെങ്കിൽ മോളെ മിത്രനെ വിളിക്കപ്പോൾ ചേച്ചിക്ക് എന്ത് വേണം, ചേച്ചി ഇന്നലെ എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ട് എന്തായിന്ന് വെച്ച് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിച്ചു പക്ഷെ നീ എന്നോട് സംസാരിച്ചില്ലല്ലോ, എന്നിട്ട് ഇപ്പോൾ അവിടെ വല്ലതും നടന്നോ, അവിടെ ഒന്നും നടന്നില്ല, ഈ വഴക്കൊക്കെ തീർക്കണ്ടേ മോളെ നമുക്കെന്ന് പറഞ്ഞപ്പോൾ ഈ വഴക്കൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ചേച്ചി ഇതിലൊന്നും ഇടപെടണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ, ആര്യൻ പാവമാണ് മോളെ എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ പാവം, ചേച്ചി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടാട്ടാ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ്റെ അമ്മരെയും കാർ അവിടെ നിൽക്കുന്നത് മീനാക്ഷിക്ക് പെട്ടെന്ന് കാറ് കണ്ടപ്പോൾ മനസ്സിലായി. നോക്കിയപ്പോൾ അച്ഛനും അമ്മ ഇറങ്ങുന്നുണ്ട്. അമ്മനെ ബസ് സ്റ്റോപ്പിൽ എവിടെ ആക്കാൻ വേണ്ടി വന്ന് നിന്നതാണ് അച്ഛൻ. മീനാക്ഷി മിത്രയുടെ അടുത്തുനിന്ന് ഓടി അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് അച്ഛാ അമ്മയെന്ന് വിളിക്കും. പറഞ്ഞു, അച്ഛനോ, ആരുടെ അച്ഛൻ, ഞങ്ങൾ നിന്റെ അച്ഛനൊന്നല്ല, വളർത്തി വലുതാക്കി വല്ലവൻ്റെ കൂടെ ഇറങ്ങിപ്പോയ മക്കള്, വഴിയിൽ നിന്നൊക്കെ അച്ഛാ കുച്ചാന്നൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭാര്യയോട് പറയുന്നുണ്ട്, വാടി നമുക്ക് ബസ്സിന് വേറെ ബസ് സ്റ്റോപ്പിൽ കയറി പോവാം, നാശം ചില അവളുമാർ കാരണം നമുക്ക് സമാധാനമായിട്ട് ബസ് കയറാനും കൂടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ മീനാക്ഷി അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു. നീ നോക്കിക്കോടി, നീ കണ്ണീരും കയ്യായിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് വരും, പക്ഷെ അപ്പൊ നിനക്ക് ആ വാതിൽ ഞങ്ങൾ തുറന്നു തരുന്നു നീ വിചാരിക്കേണ്ട, നീ നശിച്ച് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. മിത്രയുടെ മുന്നിൽ വെച്ചിന് ഇതൊക്കെ പറയുന്നത്. മിത്രണെങ്കിൽ അതൊക്കെ കേട്ട് ആകെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. മീനാക്ഷിക്കാണെങ്കിലും ഷോക്കായി നിൽക്കണ്. അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞ് കാറിൽ കയറി പോകുന്നുണ്ട്. സത്യത്തിൽ അച്ഛനും അമ്മയും മീനാക്ഷിന്റെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആ വഴി വന്നത് തന്നെയാണ്. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാണ്ട് അവർ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ മിത്ര ഇങ്ങനെ എന്ത് ചെയ്യാന്നറിയാതെ മിത്രയും മീനാക്ഷിനെ നോക്കി നിൽക്കുന്നതോടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.